അക്ഷരം പഠിപ്പിക്കുന്നവർക്ക് പട്ടിണി, കുറ്റം ചെയ്യുന്നവർക്ക് പരിഗണന. വിചിത്രമായൊരു കേരള മോഡൽ എന്ന പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി സീറോ മലബാർ സഭ. സംസ്ഥാനത്തെ ജയിലുകളിൽ ജോലി ചെയ്യുന്ന ശിക്ഷാ തടവുകാരുടെ ദിവസവേതനം 10 മടങ്ങോളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. പുതുക്കിയ വേതന നിരക്ക് വിദഗ്ധ തൊഴിലാളികൾക്ക് 152 മുതൽ 620 വരെയും, അർദ്ധവിദഗ്ധ തൊഴിലാളികൾക്ക് 127 മുതൽ 560 വരെയും, അവിദഗ്ധ തൊഴിലാളികൾക്ക് 63 മുതൽ 530 വരെയുമാണ്. തടവുകാർക്ക് വേതന വർധനവ്, അധ്യാപകർക്ക് അവഗണന. ജയിലിലെ തടവുകാർക്ക് അർഹമായ പരിഗണന നൽകുന്നതിനെ ആരും എതിർക്കുന്നില്ല. എന്നാൽ വർഷങ്ങളായി ജോലി ചെയ്തിട്ടും നിരവധി കോടതി ഉത്തരവുകളുടെ പിൻബലമുണ്ടായിട്ടും നിയമനങ്ങൾ പാസാക്കി നൽകാതെ 16,000-ൽ പരം അധ്യാപക കുടുംബങ്ങളെ പട്ടിണിക്കിടുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്? കുറ്റവാളികൾക്ക് നൽകുന്ന കൂലി വർദ്ധിപ്പിക്കാൻ കാട്ടുന്ന ശുഷ്കാന്തി നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്ന അധ്യാപകരുടെ കാര്യത്തിൽ എവിടെ പോയി? അധ്യാപക വൃത്തിയേക്കാൾ വില കുറ്റവാളികൾക്കോ? അധ്യാപകരെ പട്ടിണിക്കിട്ട് ഒരു വിജ്ഞാന സമൂഹം കെട്ടിപ്പടുക്കാനാകുമോ? ഒരു നാടിന്റെ നട്ടെല്ലായ അധ്യാപകരെ അവഗണിക്കുന്നത് വഴി സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളെക്കാൾ കുറ്റവാളികൾ രൂപപ്പെടുന്നത് തടയാൻ പ്രാപ്തിയുള്ള അധ്യാപകരെയാണ് സർക്കാർ ചേർത്ത് പിടിക്കേണ്ടത്. ഗുരുനിന്ദയേക്കാൾ ഗുരുവിനെ പട്ടിണിക്കിടുന്നതാണ് വലിയ പാപം. ശമ്പളമില്ലാതെ സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപകരുടെ ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും ഭരണകൂടം കണ്ണടച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്.